back to our YouTube channel Twin Talkies. It's me Dia. It's me Leah. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്കൊരു നോമ്പറുണ്ട്. നമ്മളെ വീട്ടിലല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സ്റ്റാഫിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നോമ്പറ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുമ്പിൽ നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊന്ന് ബാക്കോട്ട് നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ ഉള്ളതെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാങ്കാവിലാണ് കേട്ടോ സ്ഥലം. നമ്മുടെ എന്താ പറയുക മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. അപ്പോൾ നമുക്ക് വഴി അറിയാത്തതിന് കൊണ്ട് നമ്മൾ ഓരോ കൂടെ നടക്കാം കേട്ടോ. ഇവിടെ കണ്ടോ നല്ലൊരു എന്താ പറയുക നല്ല രസമുള്ള റോഡ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇൻട്രോ എടുക്കാം, പിന്നെ അല്ലെങ്കിൽ ഇൻട്രോ മറന്നു കൊടുക്കാൻ. അപ്പം പിന്നെ സ്റ്റാർട്ട് കൂട്ടാകുമ്പോൾ കുറവാകും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബാക്കോട്ട് നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. ഗൈസ് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തോളി, പിന്നെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ തന്നെ മേഘ്നീച്ചും കതിയും ഷിഗേച്ചും ഒക്കെ ഉണ്ട്. കതിക്കൊക്കെ വഴി അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കൂടെ നടന്നിട്ടാണ് പോകുന്നത്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ നോമ്പുതോറുള്ള വീട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവർ ബാക്കിലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഗൈസ് അപ്പം ഇതാണ് വിദ്യാസിൻ്റെ വീട് കേട്ടോ. വിദ്യ നല്ല സ്റ്റാഫിൻ്റെ പേര്. അപ്പം മുറിച്ച് വെക്കാനാ മതിയോ അല്ലേ? ജ്യൂസ് അടിക്കാൻ വേണ്ടി വരും, തോന്നാൻ വേണ്ടി വരും. ആ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് ഗൈസ് നമ്മളിനി അടുത്തതാ ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട് സാരത്താത്ത. ഇവിടെ എല്ലാവരും ഭയങ്കര പണിയിലാണ് കേട്ടോ. ജ്യൂസൊക്കെ അടിച്ച് വെച്ച് ഇനി ഇതാ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്. പിന്നെ ഗൈസ് നമുക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഈ ഷോക്കേസ്. നല്ല രസമുണ്ട് കാണാൻ. അതിലില്ലാത്ത ഒരു എന്താ പറയുക ട്രോഫിയും ഇല്ല. പിന്നെ ട്രോഫി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ മെഡൽസ് ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വിദ്യേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോസ് ഉണ്ട്, മക്കളെ കൂടെ ഉള്ളതുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാനും ദിയയും പിന്നെ മേഘ്നീച്ച് സോനയും ഒക്കെ അവിടെ ഇരുന്നിട്ട് അതിനെപ്പറ്റി പറയുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. സാറും പിന്നെ അതേപോലെ തന്നെ കതിയും ദിയത്താത്തയും ഓരൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തത്. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം കിച്ചണിൽ ഓരോ സഹായിക്കാനും കേട്ടോ മുറിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഫുൾ സെറ്റപ്പ് അവരായിരുന്നു കേട്ടോ ചെയ്തത്. ഗൈസ് അങ്ങനെ നമ്മൾ ആ നോമ്പ് തുറക്കാനുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അവരതെല്ലാം പ്ലേറ്റിലേക്ക് ആക്കുകയാണ് കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ട് ടൈം അതിന് കുറച്ച് നേരം കൂടി ഉള്ളപ്പോൾ അവരെല്ലാവരും കൂടി അത് സ്പീഡിലൊന്ന് ആക്കി വെക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിക്കുന്നതൊക്കെ എന്നിട്ട് തിരക്കാക്കുകയാണ്.
ഓ കിട്ടിക്കുന്നു. ഗൈസ് അങ്ങനെ ഇതാ ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് തിരിച്ച് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറന്നു അപ്പം തന്നെ നമ്മൾ ഫുഡും കഴിക്കുകയാണ് കേട്ടോ. പൊതുവേ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പാട് ഫുഡ് കഴിക്കാൻ പറ്റൂല, അതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് നേരമാവും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് വരുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മളെ ഫുഡൊക്കെ വിളമ്പുന്നത് നമ്മുടെ സാറാണ് കേട്ടോ. ജിതേഷ് സാറാണ് ഫുഡ് വിളമ്പുന്നത്. സാറിൻ്റെ അടുത്ത് തന്നെ നാരായണേട്ടനുണ്ട്. അപ്പോൾ അത് ഇവരെല്ലാവരും കൂടിയാണ് നമ്മുടെ ഫുഡൊക്കെ എല്ലാവർക്കും എന്താ പറയുക സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് കുറേ ആൾക്കാരുണ്ട്. ദിയത്താത്തുണ്ട്, അശ്വനീച്ചി ഉണ്ട്. അവരൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് ഫുഡൊക്കെ വിളമ്പി കൊടുക്കാനും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അത് ദിയക്കാണ് കേട്ടോ ചോറ് ഇട്ട് കൊടുക്കുന്നത് സാറ്. അപ്പോൾ അത് ഇനി എല്ലാവരും ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ വിദ്യേച്ചീൻ്റെ വീട്ടിലെ രാത്രിത്തെ ലുക്ക് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. ആ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. എന്നോട് മരങ്ങളൊന്ന് പുറത്തേക്ക് ഒരു സാധനം കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ മാറി നിന്നപ്പോൾ എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ വീട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ അങ്ങനെ എന്താ പറയുക ഓരോ വീടിൻ്റെ രാത്രിത്തെ ലുക്കാണ് ഇപ്പം കണ്ടുകൊടുക്കുന്നത്. പിന്നെ ഗൈസ് നമ്മളത് അവിടുന്ന് പിന്നെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കൂടി ഇറങ്ങിയതാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരമായി. ഇനി നമ്മൾ വീട്ടിലെത്തുമ്പോഴും നല്ല എന്താ പറയുക ലേറ്റ് ആവും. പിന്നെ അവിടുന്ന് നമുക്ക് പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ്സും കിട്ടണം. അപ്പോൾ അതങ്ങനെ നമ്മളിത് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ടും എല്ലാവരും പുറത്തുനിന്ന് സംസാരിക്കുകയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളോട് പറഞ്ഞ വിദ്യേച്ചി റൂട്ടുമലേക്ക് ആക്കിത്തരാം, മെയിൻ റൂട്ടുമലേക്ക്. അപ്പോൾ ഇനിയും ധ്യേനം വിദ്യേച്ചി വണ്ടിമേലാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ സാറിൻ്റെ കൂടെ മിംസിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ബസ്സിന് പോകുന്നത്. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഇതാ പുതിയ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് അത്തോളി ബസ്സിന് പോകണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഒരു ബസ് കിട്ടി, പക്ഷെ അതിൽ ആരും കയറിയിട്ടില്ല കേട്ടോ. റോയൽ ബസ്സിലാണ് നമ്മൾ പോണത്. അപ്പം ആൾക്കാർ കയറിയിരിക്കുകയെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ നമ്മൾ ഫസ്റ്റ് സീറ്റിൽ തന്നെ പോയി ഇരുന്നിട്ടുണ്ട്. പിന്നെ അമ്മ അവിടുന്ന് വിളിച്ചിരുന്നു കേട്ടോ എവിടെ എത്തി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അവിടെ എത്തുന്നവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ 8:30 ആയപ്പം ബസ് എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പം വിദ്യേച്ചി വിളിച്ചു, വീട്ടിലെത്തിയിട്ട് വിളിക്കണേന്ന് പറഞ്ഞു. അശ്വനീച്ചി വിളിച്ചു. പിന്നെ ആണെങ്കിൽ ഗൈസ് ഇവിടെ അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലേനു കേട്ടോ. പിന്നെ ഇതാ ഇതിലൂടെ പോകുമ്പോഴുള്ള കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഓൾ ഡേ സൂപ്പറായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഡേ ഒക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യും. അപ്പോൾ ഗൈസ് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബസ്സിനാണ് വന്നത്. അപ്പം രാത്രി ബസ്സിന് വരാൻ നല്ല രസമുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ മിംസ് പോയതിന് ശേഷമാണ് ആദ്യമായിട്ട് നമ്മളിങ്ങനെ പുറത്തേക്കൊന്ന് പോയി തുടങ്ങിയത്. വെച്ചാൽ ഒറ്റയ്ക്ക് മീൻസ് ഞാനത് ചെയ്യേണ്ട, എന്നാലും നമ്മൾ ഫാമിലീൻ്റെ കൂടെ അല്ലാണ്ട് പോകുന്നത്. പിന്നെ ഇന്നത്തെ നോമ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ നോമ്പറിനു.
നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നു. എല്ലാരും കൂടെ ആദ്യമായിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ പോലും നോമ്പറക്കൊന്നും പോയില്ല. അപ്പൊ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു. വീട്ടിലുള്ള നോമ്പറ അത് വേറൊരു രസം. ഇത് നമ്മളെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരൊന്നായിട്ടായിട്ട് അത് വേറെ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ സമയം ബാങ്ക് കൊടുക്കുന്നതിന് അടുപ്പിച്ചാണ് നമ്മൾ ഓരോ വീട്ടിലേക്ക് എത്തിയത്. പിന്നെ അവിടെ നിന്നാണെങ്കിൽ വേഗം ഷടയെ പടയെന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് എല്ലാ പണിയും എന്താ പറയുക ചെയ്ത് കഴിഞ്ഞ് നോമ്പ് ഒരുമിച്ചിട്ട്. പിന്നെ ആണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചേ എടുക്കാൻ പറ്റിയില്ല. എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കൊളാഷ് പോലെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. നമ്മൾ കുറെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതിനെ വെച്ചാൽ തീരെ സമയമില്ലേനും. ഒന്നാമത് ബാങ്ക് കൊടുക്കാനായപ്പോഴാണ് അവിടെ എത്തിയത്. പിന്നെ കുറെ പരിപാടി ഉണ്ടെങ്കിൽ ചെയ്ത് തീർക്കാന് പണിയായി. അപ്പം പിന്നെ അതെല്ലാം ചെയ്ത് പക്ഷെ നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ എന്നും മനസ്സിലൊരു ഓർമ്മിക്കാൻ പറ്റിയ ഒരു നോമ്പർ എന്നതിന് എപ്പോഴും ഇത് പറയുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോ തന്നെ ബസ്സിൽ നിൽക്കുമ്പോ തന്നെ അവിടുത്തെ സ്റ്റാഫ് അശ്വിനിയേച്ചിയും വിദ്യേച്ചിയും ഒക്കെ വിളിച്ചിങ്ങനെ ചോദിക്കുന്നതിന് വീട്ടിലെത്തി എത്തിയിട്ട് മെസ്സേജ് അയച്ചാണ്. എത്തിയിട്ട് ഭയങ്കര കെയറിങ് കാര്യങ്ങളുമാണ്. വെച്ചാല് നല്ല വെച്ചാല് നമ്മളെന്താ പറയാ നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ കരുതുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ എല്ലാരും. ഓരോരുത്തരല്ല എല്ലാരും. അപ്പൊ അറിയില്ല എന്നാലും അപ്പൊ ഓല് വിളിച്ച് ചോദിച്ചപ്പോ എന്തോ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞാണ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ നോമ്പ് തുറന്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇന്നത്തെ നോമ്പറാന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മളെ നോമ്പൊക്കെ തീരാനായിട്ട് നമുക്ക് പെരുന്നാൾ വരാൻ പോവാണ്. അപ്പോൾ പെരുന്നാൾ അടുപ്പിച്ച് പെരുന്നാളിനൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും അങ്ങനെ കൂടെ വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ബൈ. വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.